ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി എളുപ്പത്തിൽ നടക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലി വൈകുന്നു, എൻ്റെ ബിസിനസ് വളരുന്നില്ല, എനിക്ക് പണം വരുന്നില്ല, എൻ്റെ വീട് വൈകുന്നു, വിവാഹം വൈകുന്നു, കുട്ടികൾ വൈകുന്നു. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിനായി ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രവാണി. ഞാൻ ലൈഫ് കോച്ചും ഹീലറുമാണ് ആൻഡ് ഫൗണ്ടർ ഓഫ് സുസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ്. 1000-ലധികം സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി ആണ് ശരിക്കും സുസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു കുഞ്ഞ് കഥ പറയാം. ഇതൊരു ബാംബു ട്രീയുടെ കഥയാണ്. ഒരിക്കൽ ഒരു കർഷകൻ ഒരു ബാംബു ട്രീ കൊണ്ടുചെന്ന് നട്ടു. അയാൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, വളം ഒഴിക്കുന്നുണ്ട്, വേണ്ട രീതിയിലൊക്കെ അതിനെ കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല, വളർച്ചയില്ല. അയാൾ അതിനെ പരിപാലിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇത് നശിച്ചു പോയി, ഇതിനി വളരില്ല. എന്നാൽ ഈ 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബാംബു ട്രീ വളരാൻ തുടങ്ങി. അതൊരു 80-90 അടി വളർന്നു. സത്യത്തിൽ ഈ ആദ്യത്തെ 4 വർഷം ബാംബു ട്രീ എന്ത് ചെയ്യുകയായിരുന്നു? ഇത് വളർന്നോ? ഉറപ്പായും വളർന്നു. അത് അതിൻ്റെ വേരുകളെ മണ്ണിലേക്ക് അങ്ങനെ ആഴത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. നാളെ ഉണ്ടാക്കാവുന്ന മഴയെയും പേമാരിയെയും ഒക്കെ തടുക്കുന്നതിന് തക്കവണ്ണം അതങ്ങനെ സ്ട്രോങ് ആകുകയായിരുന്നു. ആ 4 ആഴ്ച കൊണ്ടാണ് അത് വിസിബിൾ ആയത് എന്ന് മാത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പലതും ട്രൈ ചെയ്യുന്നുണ്ട്, പലതിനും ശ്രമിക്കുന്നുണ്ട്, എന്നാൽ വിസിബിളായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആകുന്നുണ്ട്, നമ്മൾ ഇമോഷണലി വളരുന്നുണ്ട്, പല കാര്യങ്ങളെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആർജിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഓരോ എക്സ്പീരിയൻസുകളും. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യാത്രയെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണ്. അവർക്ക് സ്പീഡിൽ നടക്കുന്നു, അവരുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നു, എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ വൈകുകയാണ്. നമ്മൾ ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കുക, അവിടെ ഒരുപാട് പൂക്കളെ കാണാം. എന്നാൽ ഓരോ പൂക്കളും വിരിയുന്നതിന് ഒരു സമയമുണ്ട്. നമ്മൾ നമ്മളെ അനുവദിക്കുക. ബ്ലൂം അറ്റ് യുവർ ഓൺ പേസ്. നിങ്ങളുടേതായ ആ സമയത്ത് വിടരാൻ നിങ്ങളെ അനുവദിക്കുക. കാരണം അത് നമ്മൾ എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. സോ ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിങ്. ജീവിതത്തിൽ ഒന്നും നമുക്ക് ഡിലേ ആകുന്നില്ല, ഒന്നും നമുക്ക് വൈകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നില്ല, പകരം നമ്മളവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വപ്നം എന്താണ്, ആ സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി നമ്മളെ തയ്യാറാക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, മനസ്സൊന്ന് ശാന്തമാക്കുക, ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീതിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളോടായി പറയുക, ഐ റിലീസ് എ നീഡ് ടു കൺട്രോൾ എവറിത്തിങ്. എൻ്റെ ജീവിതത്തിലെ റിസൾട്ടുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ആവശ്യത്തിനെ ഞാനിതാ റിലീസ് ചെയ്യുകയാണ്. പലപ്പോഴും എൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ വൈകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം നടക്കാത്തത്? ഞാൻ പലപ്പോഴും മറ്റു മനുഷ്യരുടെ യാത്രയുമായി എൻ്റെ യാത്രയെ കമ്പയർ ചെയ്യുന്നു. എന്നാൽ ഈ നിമിഷം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഐ ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിങ്. എന്ത് കാര്യങ്ങളും നടക്കുന്നതിന് ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയം നിശ്ചയിക്കുന്നത് ഞാനല്ല, ആ സമയം എൻ്റെ നിയന്ത്രണത്തിലുമല്ല. എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണോ അത് സ്നേഹത്തോടു കൂടി ചെയ്യുന്നതിനായിട്ട് ഞാൻ തയ്യാറാകുകയാണ്. ഐ ഡു മൈ ബെസ്റ്റ്. എൻ്റെ പാർട്ട് എന്താണോ അത് ഏറ്റവും സ്നേഹത്തോടു കൂടി, ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യുന്നതിനായിട്ട് ഞാൻ തയ്യാറാകുന്നു. ബാക്കിയുള്ളതിനെയൊക്കെയും ഞാൻ സ്നേഹത്തോടു കൂടി ഈ പ്രപഞ്ച ശക്തിയിൽ ഏൽപ്പിക്കുകയാണ്. യെസ്, ഐ സറണ്ടർ വിത്ത് ലവ് ആൻഡ് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്. ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയെ ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. ആൻഡ് ഐ ബ്ലൂം അറ്റ് മൈ ഓൺ പേസ്. എൻ്റെതായ സമയത്തിൽ, എൻ്റെതായ താളത്തിൽ പൂക്കുന്ന ഒരു പൂവാകാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. Take a deep breath and breathe out slowly. Yes, gently open your eyes and come back. Yes, ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, യൂണിവേഴ്സ് ഈസ് പ്രിപ്പയറിങ് യു ഫോർ ദ ബെസ്റ്റ്. നമ്മളെ
ഈ പ്രപഞ്ചശക്തി തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിലേ നേരിടുന്ന വ്യക്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുക, യെസ്, ഐ ആം പ്രിപ്പയറിങ്, ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണങ്ങൾ വൈകുന്ന ഒരാളിലേക്ക്, ഡിലേ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളിലേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുന്നതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, സ്ത്രീകൾക്കായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണിത്, ഇതിൻ്റെ പാർട്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. സീ യു ഇൻസൈഡ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു.